ഹായ് മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഓണം എക്സാമിന് ഏകദേശം എങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. 2ാം ക്ലാസ്സിലെ മക്കൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വരാറുണ്ട്. ആവശ്യമുള്ളവർ ക്ലാസ്സിൽ ചാനലിൽ കയറിയിട്ട് ആ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡ്രോ. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ തരും. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ടീച്ചർ നിങ്ങളോട് എന്തായിരിക്കും, ഒരു ഫ്ലവറിന് റെഡ് കളർ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലൗഡ് എന്ന് വെച്ചാൽ എന്താ, മേഘത്തിന് ബ്ലൂ കളർ കൊടുക്കുക, സണ്ണിന് ഓറഞ്ച് കളർ കൊടുക്കുക, അതുപോലെ സ്വിങ്ങിൽ ഒരു കുട്ടി ഇരിക്കുന്നതായിട്ട് വരയ്ക്കുക. സ്വിങ് എന്ന് വെച്ചാൽ ഊഞ്ഞാല്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ടീച്ചർ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നത് അതുപോലെ നിങ്ങൾ ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മക്കൾ നിർബന്ധമായിട്ടും കളേഴ്സൊക്കെ പഠിച്ചു പോകണം കേട്ടോ. ഏതൊക്കെ കളേഴ്സാണ്, റെഡ് ഏതാണ്, ഗ്രീൻ ഏതാണ്, ബ്ലൂ, യെല്ലോ, അതുപോലെ പേർപ്പിൾ, ബ്ലാക്ക്, വൈറ്റ്, ഇതൊക്കെ ഏതൊക്കെ കളേഴ്സ് ആണെന്ന് പഠിച്ചു പോകണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ്: ക്ലൗഡ്, മേഘം, സണ്ണ്, സൂര്യൻ, ഫ്ലവർ, പൂവ്, പിന്നെ മൗസ്, എലി, അതുപോലെ സ്പാരോ, കുരുവി, പിന്നെ മഷ്റൂം, കൂണ്, പിന്നെ അതുപോലെയുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ പഠിച്ചു പോകും. അതായത് നിങ്ങളുടെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ പഠിച്ചു പോകുക. എലഫന്റ് ഒക്കെ പഠിച്ചു പോവുക കേട്ടോ. ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് അറേഞ്ച്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. നമുക്ക് താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇത് ഏത് സ്റ്റോറിയിലുള്ള പിക്ചേഴ്സ് ആണെന്ന് ഓർക്കുന്നുണ്ടോ മക്കളെ? ആൻ അംബ്രല്ല ഫോർ ഓൾ എന്നുള്ള സ്റ്റോറിയിൽ നിന്നുള്ള പിക്ചേഴ്സ് ആണല്ലേ. ഒരു മഷ്റൂം ഉണ്ട്. ആദ്യത്തെ പിക്ചറിൽ ഒരു മഷ്റൂം ഉണ്ട്. മഷ്റൂമിന് താഴെ ഒരു ആൻറ്റ് വന്നിരിക്കുന്നുണ്ട്. സെക്കൻഡ് പിക്ചറിൽ ഒരു ആൻറ്റും ഉണ്ട്, അതിലേക്ക് ഒരു ബട്ടർഫ്ലൈ കൂടെ വരുന്നുണ്ട്. തേർഡ് പിക്ചറിൽ അതുപോലെ ആൻറ്റ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ഒരു സ്പാരോ ഉണ്ട്, ഒരു മൗസ് ഉണ്ട് അല്ലേ. ഫോർത്ത് പിക്ചറിൽ ആൻറ്റ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, മൗസ് ഉണ്ട്. ഫിഫ്ത്ത് പിക്ചറിൽ അതുപോലെ മഷ്റൂമിന് താഴെയായിട്ട് ആൻറ്റും ബട്ടർഫ്ലൈയും സ്പാരോയും മൗസും ഒക്കെ സന്തോഷത്തോട് കൂടിയിട്ട് ഹാപ്പിലി അവർ ഇരിക്കുന്ന പിക്ചറാണ് തന്നിട്ടുള്ളത്. ഇനി ഇത് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഫസ്റ്റ് വരുന്നത് ഏത്, സെക്കൻഡ് വരുന്നത് ഏതെന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. Read the sentences and arrange them correctly as in the story by giving numbers from 1 to 5. 1 is done for you. അപ്പോൾ സ്റ്റോറി എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് അതിലുള്ള ഓരോ ഇവന്റ്സ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതിന് നമ്പർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ നോക്കൂ. എ മൗസ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. ഒരു എലി സഹായത്തിന് വേണ്ടിയിട്ട് ചോദിച്ചു. എ ബട്ടർഫ്ലൈ കെയിം ദർ. ഒരു ബട്ടർഫ്ലൈ വന്നു, ഒരു പൂമ്പാറ്റ വന്നു. An ant found the mushroom as a shelter from the rain. ഒരു ഉറുമ്പ് ഒരു മഷ്റൂം ഷെൽട്ടർ ആക്കിയിട്ട് മാറ്റി, അതായത് അതിനൊരു കയറിയിരിക്കാനുള്ള സ്ഥലമാക്കിയിട്ട് മാറ്റി. സ്പാരോ ഹോപ്പ് ടു ദ മഷ്റൂം. ഒരു കുരുവി മഷ്റൂമിനടുത്തേക്ക് ചാടി വന്നു. ഓൾ ദ 4 friends sat together under the mushroom. എല്ലാ 4 കൂട്ടുകാരും കൂടെയിട്ട് മഷ്റൂമിന് താഴെ സന്തോഷത്തോട് കൂട്ടിയിട്ട് ഇരുന്നു. ഇങ്ങനെയാണ് ഇവന്റ്സ് തന്നിട്ടുള്ളത്. അതിൽ ആദ്യം വരുന്ന ഇവന്റ് എന്ന് പറയുന്നത് an ant found the mushroom as a shelter from the rain എന്നാണ്. അത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. സെക്കൻഡ് ഏത് വരും മക്കളെ? ബട്ടർഫ്ലൈ കെയിം there. അതാണ് സെക്കൻഡ് വരുന്നത്. ഒരു ബട്ടർഫ്ലൈ വന്നു. തേർഡ് എ മൗസ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. ഒരു മൗസ് സഹായം ചോദിച്ചു. ഫോർത്ത് എ സ്പാരോ ഹോപ്പ് ടു ദ മഷ്റൂം. ഒരു സ്പാരോ, ഒരു കുരുവി മഷ്റൂമിനടുത്തേക്ക് ചാടി വന്നു. ഓൾ ദ 4 friends sat together under the mushroom. അതാണ് ഫിഫ്ത്ത് വരിക. അപ്പൊ എങ്ങനെയാണത് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്? ആ ബോക്സിൽ നമ്പേഴ്സ് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ആക്ടിവിറ്റി 3 നോക്കൂ. കോൺവെർസേഷൻ, സംഭാഷണം. കോൺവെർസേഷൻ എന്ന് വെച്ചാൽ എന്താ മക്കളെ? സംഭാഷണം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ റാബിറ്റ് ആൻഡ് ദ മങ്കി. അവിടെ ഒരു റാബിറ്റും ഒരു മങ്കിയും ഉണ്ട്. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കണം. റാബിറ്റ് ആദ്യം പറയുന്നത് നോക്കൂ. ഹലോ മങ്കി, ഡിഡ് യു ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ. ഹലോ മങ്കി, മങ്കി കുരങ്ങൻ അല്ലെ. ഹലോ മങ്കി, ഡിഡ് യു ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ. നീ മഴയത്ത് നനഞ്ഞോ? മങ്കി യെസ് പറയും. എന്തു പറയും? മങ്കിയെ കണ്ടാൽ തന്നെ അറിയാല്ലേ മങ്കി നനഞ്ഞിട്ടുണ്ട്. യെസ് ഐ വെറ്റ്. അതെ, ഞാൻ നനഞ്ഞു എന്ന് പറയും അല്ലേ. റാബിറ്റ് ലുക്ക് അറ്റ് മീ, ഐ എം നോട്ട് വെറ്റ്. എന്നെ നോക്ക്, ഞാൻ ഇത്തിരി പോലും നനഞ്ഞിട്ടില്ല. മങ്കി ഓ ബട്ട് ഹൗ. അതെ, പക്ഷെ അതെങ്ങനെ? റാബിറ്റ് എന്തു പറയും? റാബിറ്റ് എന്തുകൊണ്ടാ മക്കളെ നനയാതിരുന്നത്? ഐ ഫൗണ്ട് എ ഷെൽട്ടർ അണ്ടർ എ മഷ്റൂം. ഞാനൊരു മഷ്റൂമിന് താഴെ ഷെൽട്ടർ കണ്ടുപിടിച്ചു എന്ന് പറയാം അല്ലേ. ആക്ടിവിറ്റി 4, ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താ മക്കളെ? വിവരണം. ഓക്കെ. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ദ എലഫന്റ് ഫാമിലി മേഡ് ഫോർ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ.
എലഫന്റ് ഫാമിലി ഓർക്കുന്നുണ്ടല്ലോ, എ പീസ് ഓഫ് കേക്ക് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചേ. അവര് ആ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് അവരുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട്, അതായത് ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ ഫാറ്റുള്ള ആളുകൾ ഒന്ന് തിന്നാവാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. നമുക്ക് അവർ ചെയ്ത കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട് പിക്ചറായിട്ട്. ഒരെണ്ണം അവിടെ എഴുതിയിട്ടുണ്ട്. എലഫന്റ് ഫാമിലി ചേഞ്ച് ദെയർ ബ്രേക്ക്ഫാസ്റ്റ് ടു കോക്കനട്ട് ആൻഡ് ഷുഗർ കെയിൻ. എലഫന്റ് ഫാമിലി അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താക്കി? കോക്കനട്ടും ഷുഗർ കെയിനും മാത്രമാക്കി. സെക്കൻഡ് എന്താ? എവറി ഡേ ദേ ഡിഡ് ഡ്രിങ്കിങ് ദ ജ്യൂസ് ഓഫ് ബിറ്റർ ഗോഡ്. എല്ലാ ദിവസവും അവര് ബിറ്റർ ഗോഡിന്റെ എന്താണ് പറയാ, നമ്മുടെ കൈപ്പക്കയുടെ ജ്യൂസ് കുടിച്ചു. തേർഡ് എന്താണ്? ദ വെൻ ഫോർ ജോഗിങ് ആൻഡ് ഡിഡ് എക്സസൈസസ്. അവര് ജോഗിങ്ങിന് വേണ്ടിയിട്ട് പുറത്തുപോയി, അതുപോലെ ഒരുപാട് എക്സസൈസും ചെയ്തു. ആക്ടിവിറ്റി 5, ആഡ് മോർ ലൈൻസ്. കുറച്ചുകൂടെ വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവിടെ മനോഹരമായിട്ടുള്ള ഒരു കേക്കിന്റെ പിക്ചർ തന്നിട്ടുണ്ട്, എന്നിട്ട് ഒരു പോയവും തന്നിട്ടുണ്ട്. നോക്കൂ. ഹിയർ ഈസ് എ കേക്ക്, ലുക്ക് സോ കളർഫുൾ, ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ഓൾ, ഹൂ വാണ്ട്സ് ദ കേക്ക്. ഹിയർ ഈസ് എ കേക്ക്, ലുക്ക് സോ കളർഫുൾ. എന്ന് നമുക്ക് എന്ത് ആഡ് ചെയ്യാം? ബെറീസ് ഓൺ ഇറ്റ് ഓൾ, ഹൂ വാണ്ട്സ് ദ കേക്ക്. അതിൽ ബെറീസ് ഉണ്ടല്ലേ, സ്ട്രോബെറീസ് ഉണ്ട്. ബെറീസ് ഓൺ ഇറ്റ് ഓൾ, ഹൂ വാണ്ട്സ് ദ കേക്ക്. അതുപോലെ ഹിയർ ഈസ് എ കേക്ക്, ലുക്ക് സോ കളർഫുൾ. പിന്നെന്താ അതിലുള്ളത്? സ്റ്റാർസ് ഓൺ ഇറ്റ് ഓൾ, ഹൂ വാണ്ട് ദ കേക്ക്. സ്റ്റാറുകൾ ഉണ്ട്, ആർക്കാ കേക്ക് വേണ്ടതെന്ന് ചോദിക്കാം അല്ലെ. അല്ലെങ്കിൽ ഹിയർ ഈസ് എ കേക്ക്, ലുക്ക് സോ കളർഫുൾ, ചെറീസ് ഓൺ ഇറ്റ് ഓൾ, ഹൂ വാണ്ട്സ് ദ കേക്ക്. ചെറി ഉണ്ട് അല്ലെ അതിന് മുകളിലായിട്ട്. അപ്പൊ ആർക്കാണ് വേണ്ടത്? എങ്ങനെ നമുക്ക് വരികൾ ആഡ് ഓൺ ചെയ്യാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിന്റെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്